കണ്ണൂരിൽ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് തൊട്ടു മുൻപ് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ സംഭവത്തിൽ കുടുംബത്തിനെതിരെ AKG ആശുപത്രിയിലെ അറ്റൻഡർ ജയൻ. പവിത്രന്റെ മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് കുടുംബം മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നതെന്നും അറ്റൻഡർ ജയൻ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഫ്രീസർ അടക്കം തയ്യാറാക്കി വെച്ചിരുന്നുവെന്നും ജയൻ പറഞ്ഞു. 11:30 ആ ടൈമിലാണ് ബോഡി കൊണ്ട് വന്നത്. അപ്പോൾ ബോഡി കൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, നമ്മൾ ജീവിച്ചിരിക്കുന്ന അതുപോലെ ഇതും നമ്മൾ ഫസ്റ്റ് വന്ന് നോക്കി എന്താ പറയുക, അതിന് ശേഷമാണ് ഫ്രീസറിൽ വെക്കലും എല്ലാം ചെയ്യുക. അപ്പോൾ ഇത് വന്ന് നമ്മൾ ആംബുലൻസ് തുറന്നു, ബാക്കി ഫോർമാറ്റ് ബുക്ക് അതിൻ്റെ ലെഡ്ജറുണ്ട് എല്ലാം എഴുതി അവരെ മൊത്തം ഫോർമാറ്റ് വാങ്ങിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റും. ആ സമയത്ത് ആംബുലൻസ് തുറന്ന സമയത്ത് എന്തോ ഒരു കൈ ഇതുപോലെ അനങ്ങുന്ന പോലെ ഒരു സംശയം തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഇലക്ട്രീഷ്യൻ, മോർച്ചറി ഓപ്പൺ ആക്കുന്ന ഇലക്ട്രീഷ്യൻ അനുകോട്ടനാണ്. അപ്പോൾ ഓരോട് ഞാൻ പറഞ്ഞു, അനുകോട്ട അങ്ങനെ ചെറിയൊരു അനക്കം പോലെ അവിടെ അനക്കം തോന്നിയെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും എന്താ പറയുക, ഏട്ട ചെറിയ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ഒരു ചെറിയൊരു പൾസ് പോലെ കാഷ്വാലിറ്റി കൊണ്ടുപോയി നമ്മൾ ഡോക്ടർ അക്ഷയ് സാറാണ് അന്നേരം ആദ്യമുള്ളത്. സാറോട് പറഞ്ഞു. സാറ് നോക്കുമ്പം ഒറ്റൻ്റെ അളവ് നോക്കുമ്പോൾ 100 തന്നെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ആള് ഡെത്തായിട്ടാന്ന് പറഞ്ഞു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എന്താണിപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഗൗതം, ഇത് മംഗലാപുരത്തെ ഹെഗ്ഡെ ആശുപത്രിയിലായിരുന്നു കൂത്തുപറമ്പ് പാറ്റപ്പൊയ്ക സ്വദേശിയായ പവിത്രൻ ചികിത്സയിലുണ്ടായിരുന്നത്. അവിടുത്തെ ഡോക്ടർമാരാണ് കൂടി വന്നാൽ, വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നത്. കൂടി വന്നാൽ 4-5 ദിവസം മാത്രമേ അദ്ദേഹം ഇനി ജീവനോടെ ഉണ്ടാകൂ എന്നും ഇനി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനാണ് കുടുംബം തീരുമാനിക്കുന്നതെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ ജീവിക്കില്ല എന്നും കുടുംബാംഗങ്ങളോട് പറയുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് ഈ പവിത്രനുമായി കുടുംബാംഗങ്ങൾ കണ്ണൂരിലേക്ക് വരുന്നത്. ഈ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ചാണ് ഇദ്ദേഹം മരിച്ചു എന്ന് കുടുംബം അവരുടേതായ നിലയ്ക്ക് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ വിവരമറിയിക്കുകയും പത്രങ്ങളിൽ ചരമവാർത്ത ഉൾപ്പെടെ നൽകുകയും സംസ്കാരത്തിന്റെ സമയം ഉൾപ്പെടെ നിശ്ചയിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാതെ കണ്ണൂരിലെ AKG ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കുടുംബം തീരുമാനിച്ചു. ഇത് പ്രകാരം ഈ ആശുപത്രിയിൽ വിളിച്ചു പറഞ്ഞ് അവിടെ മോർച്ചറിയിൽ ഫ്രീസർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇന്നലെ രാത്രി 11:30 ഈ പവിത്രനുമായി കുടുംബാംഗങ്ങൾ ആംബുലൻസിൽ ഇവിടേക്ക് എത്തുന്നത്, ഈ AKG ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ എത്തുന്നത്. ആംബുലൻസിന്റെ ഡോർ തുറന്ന് മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള ശ്രമം, അതിനുള്ള പ്രവൃത്തി ആരംഭിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു ചലനം ഈ അറ്റൻഡറായ ജയന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തന്നെ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരുമായി സംസാരിക്കുന്നു, അവിടത്തേക്ക് പവിത്രനെ മാറ്റുന്നു. പെട്ടെന്ന് തന്നെ മറ്റ് അടിയന്തരമായ ചികിത്സകൾ നൽകുകയും ICUവിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇദ്ദേഹം കണ്ണ് തുറക്കുകയും ഒപ്പം തന്നെ പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം ഇപ്പോഴും AKG ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി, കണ്ണൂരിൽ നിന്നും നിഖിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.